ചങ്ങാതിമാരെ നല്ലൊരു കിടുക്കാച്ചി ചിക്കൻ കറി ഉണ്ടല്ലോ. 5 മിനിറ്റ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി ചിക്കൻ കറിയാണ്. അവനങ്ങ് ഇളകി മറിയുന്ന കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ല എൻ്റെ ചങ്ങാതിമാരെ. അപ്പോൾ നേരെ നമ്മുടെ കലാപരിപാടിയിലൊക്കെ വെച്ച് പിടിപ്പിക്കുക. ആദ്യം തന്നെ നല്ല സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക. അതിനുശേഷം ഇതുപോലെ സ്റ്റൈലായിട്ട് ഉരുളി ചൂടാക്കാൻ വെക്കുക. ഉരുളി ചൂടാകുമ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അവനൊന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് ഓൾ ഗരം മസാലയായ ബേലീസ്, പട്ട, ഗ്രാമ്പൂ, കാടമൺ ഈ വക സാധനങ്ങളൊക്കെ വാരി വിതറിയ ശേഷം ഒന്ന് ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അവനൊന്ന് മൂത്ത് വരുമ്പോൾ ഇഞ്ചി നീളത്തിലരിഞ്ഞ് കുനുകുനാന്നരിഞ്ഞ് സാധനം എടുത്തൊരു മറിക്കുക. എന്നിട്ട് അവനെയും അതിലിട്ടങ്ങ് ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അവൻ ഏകദേശം ഈ മൂത്തത് ഈ ഒരു പരുവത്തിന് പാത്രത്തിന് വരുമ്പോൾ വെളുത്തൊരു കുനുകുനാന്നരിഞ്ഞെടുത്തൊരു മറിക്കുക. മറിച്ച ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ആ ഓൾ ഗരം മസാല എല്ലാം കൂടെ ഇട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കേട്ടോ, അവനെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരാൻ കൊള്ളണം കേട്ടോ എൻ്റെ ചങ്ങാതിമാരെ. ഒരു രക്ഷയില്ല കേട്ടോ. ആ സമയത്ത് ചെറുള്ളി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതെടുത്തൊരു മറിക്കുക. മറിച്ച ശേഷം അവനെ ഒന്ന് ആ തീ തന്നെ ഒന്ന് ചൂടാക്കി ഇങ്ങനെ എടുക്കുക. അതായത് ഒന്ന് വാട്ടിയെടുക്കുക. അവനൊന്ന് വാടി ഈ ഒരു പരുവത്തിനും പാകത്തിനും വരുമ്പോഴേക്ക് സവോള നീളത്തിൽ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇതുപോലെ സ്റ്റൈലായിട്ടൊരു മറിക്കുക. മറിച്ച ശേഷം അവനെങ്ങ് റോസ്റ്റ് ചെയ്യുക. ഈ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനലായ ഷെഫ് നിബൂദ് ആൽക്കെമിസ്റ്റ് ചാനൽ ഫോളോ ചെയ്യാത്തതുകൊണ്ട് ഫോളോ ചെയ്യാൻ, ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യാനും, കമൻറ്റുകൾ വാരി വിതറാനും, കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ല എൻ്റെ ചങ്ങാതിമാരെ. ലേശം ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സവോള വാടി കിട്ടും കേട്ടോ. ഇതുപോലെ സവോള പെട്ടെന്ന് ശകാന്നൊന്ന് വാടി കിട്ടും. അവനൊന്ന് വാടി കിട്ടി ഈ ഒരു പരുവത്തിനും പാകത്തിനൊക്കെ ആയി വരുമ്പോഴേക്കും ഒരു സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ ചങ്ങാതിമാരെ. ആ സ്മെല്ല് വരുന്ന സമയമാകുമ്പോഴേക്ക് ഇതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടോ, ഈ തക്കാളി എടുത്തൊരു മറിക്കാം. കണ്ടോ, തക്കാളിയും കൂടെ മറിച്ച ശേഷം അവനെ മുകളിലേക്ക് പച്ചമുളക് 2 കീറിയ 3 കീറിയ ഒരു കുഴപ്പമില്ല എടുത്തൊരു മറിക്കുക. ശേഷം കറിവേപ്പില സ്റ്റൈലായിട്ട് വാരി വിതറുക. കറിവേപ്പിലയും കൂടെ ഇട്ട ശേഷം ഇവനെ സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുക. ഇതൊരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നമ്മുടെ നല്ല കിടുക്കാച്ചി ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട്. ബീഫ്, ചിക്കൻ, കേരമീൻ, ചെമ്മീൻ, മാങ്ങ, നാരങ്ങ, ഈന്തപ്പഴം, ബീഫ് ഇടിച്ചത്, ഉണക്ക സ്രാവിൻ്റെ അച്ചാർ, വെറൈറ്റികളുണ്ട്. വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ പേജ് സ്റ്റോറി ആയിട്ട് കിടപ്പുണ്ട്. അല്ല നമ്മളെ പേജ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നിങ്ങൾ ഓർഡർ ചെയ്യുക. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കുറച്ച് ഏറ്റുമാനൂരോ കോട്ടയത്തിലൊക്കെ ഡയറക്റ്റ് വന്ന് മേടിക്കാം. എന്നിട്ട് ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും സാദാ ചില്ലി പൗഡറും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാ മസാലയും കൂടെ എടുത്ത് വാരി വിതറ എൻ്റെ ചങ്ങാതിമാരെ. ഇതെല്ലാം കൂടെ ഇട്ട ശേഷം ഇതിനെ ചെറു ചൂടിൽ, ഓവർ തീയല്ല ചെറു ചൂടിൽ ഇവനൊന്ന് മൂപ്പിച്ചെടുക്കുക. കാരണം ഓവർ ചൂടായി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കരിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് ടോട്ടലി മാറിപ്പോവും. അതുകൊണ്ടാണ് ചെറു ചൂടിൽ ഇടുക പറയുന്നത്. ചെറു ചൂടിൽ ഇതുപോലെ മൂപ്പിച്ചെടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം ഇവനെ ഒന്ന് കുക്ക് ചെയ്യുക. അപ്പം മസാലയ്ക്കൊക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും കേട്ടോ എൻ്റെ ചങ്ങാതിമാരെ. കാരണം കത്തിപ്പോകത്തില്ല, കരിഞ്ഞു പോകത്തില്ല, ഈ വക സംഭവമൊന്നുമില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച ശേഷം ഇതുപോലെ ഒന്ന് മസാല ഒരു ചെറിയതായിട്ടൊന്ന് തീ ഒന്ന് കൂട്ടിക്കോട്ടോ എൻ്റെ ചങ്ങാതിമാരെ. എന്നിട്ട് ഇവൻ ഏകദേശം ഒരു പരുവായി വരുമ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഇതിലേക്ക് ഒരു മറിക്കുക. മറിച്ച ശേഷം ഇതുപോലെ സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുക. സ്ലോ മോഷനിൽ മിക്സ് ചെയ്യാവുള്ളൂ, അല്ല ചിക്കൻ ഉടഞ്ഞു പോവും, പൊടിഞ്ഞു പോവും. പിന്നെ ചിക്കൻ്റെ പീസ് ഉണ്ടാവില്ല, എല്ല് മാത്രമേ ഉള്ളെന്ന് എന്നോട് പരാതി പറയല്ലോ എൻ്റെ ചങ്ങാതിമാരെ. അതുകൊണ്ടാണ് സ്ലോ മോഷൻ മിക്സ് ചെയ്യാൻ പറയുന്നത്. ഇതുപോലെ നല്ല സ്ലോ മോഷനിൽ അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ എൻ്റെ ചങ്ങാതിമാരെ. സ്ലോ മോഷൻ മിക്സ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ അച്ചാറിൻ്റെ കാര്യം മറക്കല്ല എൻ്റെ ചങ്ങാതിമാരെ. ഓർഡർ ചെയ്യുക. നല്ല കിടുക്കാച്ച അച്ചാറുകളെ വരുത്തി കഴിച്ച് ചോറിനോടെ ഇളക്കി ഒരു പിടുത്തം പിടിക്കാൻ എൻ്റെ ചങ്ങാതിമാരെ. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുക. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇവനങ്ങ് തിളച്ച് ഇതുപോലെ ഗ്രേവിയൊക്കെ ആയി സംഭവമൊക്കെ ലെവലായി ഒരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി എൻ്റെ ചങ്ങാതിമാരെ. അപ്പോൾ ഇതിന് മുകളിലേക്ക് ഇച്ചിരി വറുത്തരപ്പുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റൈലായിട്ട് ഇടുക. ഇനി വറുത്തരപ്പ് ഉണ്ടാക്കാൻ അറിയാമല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് താഴെ പറഞ്ഞാൽ മതി. വറുത്തരപ്പിൻ്റെ റെസിപ്പി വേണമെന്ന് അടുത്ത വീഡിയോ നമ്മൾ വറുത്തരപ്പ് ഉണ്ടാക്കി തകർക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിക്കൻ കറി റെസിപ്പി പറയുകയാണെങ്കിൽ താഴെ ഇടുവാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തകർക്കുന്നത് ഏത് ചിക്കൻ കറി വേണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി തകർക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കമൻറ്റുകൾ വാരി വിതറ എൻ്റെ ചങ്ങാതിമാരെ. എന്നിട്ട് ഇവനെ ഇങ്ങനെ സ്ലോ മോഷനിൽ അങ്ങ് മിക്സ് ചെയ്യാം എൻ്റെ ചങ്ങാതിമാരെ. ആ സ്ലോ മോഷൻ വറുത്തരപ്പം കൂടെ ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും ഓർത്തിട്ട് തന്നെ ഞങ്ങൾ കൊതി വന്നിട്ട് രക്ഷയില്ല കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ലേശം ഗരം മസാലയും ഇച്ചിരി ജീരക പൗഡറും കൂടെ ഇട്ട് കഴിയുമ്പോഴേക്ക് സംഭവം വേറെ ലെവലിലൊക്കെ പോകുന്നു കേട്ടോ എൻ്റെ ചങ്ങാതിയെ. നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടെ ഉണ്ടെങ്കിൽ സംഭവം കിളി വറക്കും എൻ്റെ ചങ്ങാതി. ഒരു രക്ഷയില്ല കേട്ടോ. ഇവനെല്ലാം കൂടെ മിക്സ് ചെയ്ത് തിളച്ച് മറിയുന്ന സമയത്ത് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ വാരി വിതറിയാൽ ആശാനേ ഒരു രക്ഷയില്ല കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഇതുപോലെ ഒരു പാൻ എടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ കടുകിട്ട് പൊടിക്കുക. കടുകിട്ടൊന്ന് പൊട്ടിച്ച ശേഷം ചെറുള്ളി ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞ ശേഷം ഇവനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആ ചെറുള്ളി ഏകദേശം ഒരു കളറും പാകത്തിനൊക്കെ വരുമ്പോഴേക്ക് ഇതിന് മുളകിലേക്ക് ഇതുപോലെ മുളക് 2 കീറിയ 3 കീറിയ എടുത്തിടുക. കറിവേപ്പിലയും കൂടെ ഇടുക. എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അവൻ ഏകദേശം ഒരു കളറും പാകത്തിനും രൂപത്തിനൊക്കെ വരുന്ന സമയമാകുമ്പോഴേക്ക് ലേശം മുളക് പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറു ചൂടിലൊന്ന് മൂപ്പിച്ചെടുക്കുക. ആ ചെറു ചൂടിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്തത് ഈ സാധനം നേരെ ചിക്കൻ കറിയിലേക്ക് ഒരു മറിക്കുക എൻ്റെ ചങ്ങാതി. ഇതും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് ആ ചിക്കൻ കറി ഇളക്കുമ്പോഴേക്ക് ആരായാലും കൊതി വിട്ടു ഒരു രക്ഷയില്ലേടി. സാധനം ഉണ്ടാക്കി തകർത്തൊരു അഭിപ്രായം കമൻറ്റായിട്ട് വാരി വിതറ എൻ്റെ
ചങ്ങാതി. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുക, ഈ സാധനം ഉണ്ടാക്കി തകർക്കട്ടെ എൻ്റെ ചങ്ങാതി. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചിക്കൻ കറി റെസിപ്പി അല്ല പേര് താഴെ ഇടാമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി തകർക്കുന്നതായിരിക്കും പൊളി ചങ്ങാതി. എന്നിട്ട് ഇവനെ ഇതുപോലെ ഇളക്കിയിട്ട് 2 പീസ് ഉണ്ടെങ്കിൽ 2 പീസും കൂടി നല്ല ചൂട് പൊറോട്ട മുകളിലേക്കോ അല്ലെ ചപ്പാത്തി മുകളിലേക്ക് ഇതുപോലെ സ്ലോ മോഷനിൽ അങ്ങ് വെച്ച് കൊടുക്കുക എൻ്റെ ചങ്ങാതി. ഒരു രക്ഷയില്ല, കണ്ടിട്ട് കൊതിയാണെന്നല്ലേ. അപ്പോൾ ഒന്ന് നോക്കണ്ട, ഉണ്ടാക്കി അങ്ങ് തകർത്ത് പൊളിക്കുക എൻ്റെ ചങ്ങാതിമാരെ. അതുപോലെ അച്ചാറുകൾ മേടിക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ വീഡിയോ ഷെയർ കൊടുക്കാനും ഒരു കാരണവശാലും മറക്കല്ല. ഞങ്ങനെ പൊളിച്ചടുക്കെൻ്റെ ചങ്ങാതി.